ചെന്നൈയിൽ നിന്ന് വരുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, തമിഴക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ ഇറങ്ങി തിരിച്ച വിജയ്ക്ക് നേരെ വരുന്ന ഒരു വലിയ ഭീഷണി തന്നെയാണ്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ കസേരയ്ക്ക് അധികം ആയുസില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ കളം നിറയുമ്പോൾ തമിഴ് മണ്ണിൽ വരാനിരിക്കുന്നത് വമ്പൻ രാഷ്ട്രീയ നാടകങ്ങളാണ്. തോൽവിയിൽ തളരുന്നവനല്ല താനും തെളിയിച്ചുകൊണ്ട് ഭരണം തിരിച്ചുപിടിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. ചെന്നൈയിൽ വിളിച്ചു ചേർത്ത DMK ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ സ്റ്റാലിൻ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. സി ജോസഫ് വിജയ്, ഇത് വേണമെങ്കിൽ കുറിച്ചു വെച്ചോളൂ, നിങ്ങളുടെ ഭരണം അധികകാലം ഉണ്ടാകില്ല. ഒരു സിനിമാ ഡയലോഗിനെ പോലും വെല്ലുന്ന രീതിയിലായിരുന്നു സ്റ്റാലിന്റെ ഈ ഒരു വെല്ലുവിളി. വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ ഏത് നിമിഷവും നിലം പൊത്താമെന്നും ഭരണത്തിലേക്ക് തിരിച്ചു കയറാൻ DMK പ്രവർത്തകർ നിമിഷങ്ങൾക്കുള്ളിൽ സജ്ജരാകണമെന്നും എന്നുമാണ് സ്റ്റാലിൻ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയം വിശകലനം ചെയ്യാൻ കൂടിയ യോഗത്തിൽ തികച്ചും നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയത്. തമിഴ്നാട്ടിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ സുനാമി എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ സുനാമിയിൽ തകർന്നു പോകില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാലിൻ പറഞ്ഞത് വെറുതെയല്ല, വരാനിരിക്കുന്ന വലിയ അട്ടിമറി നീക്കങ്ങളുടെ കൃത്യമായ സൂചന തന്നെയാണത്. 5 വർഷത്തെ DMK ഭരണത്തോട് പൊതുജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് വോട്ടാക്കി മാറ്റുന്നതിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് സ്റ്റാലിൻ യോഗത്തിൽ തുറന്നു സമ്മതിച്ചു. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് പറയുമ്പോഴും പാർട്ടിയിൽ വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് തന്നെയാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. വീഴ്ച വരുത്തിയ ഭാരവാഹികൾക്കെതിരെ സ്ഥാനമാനങ്ങൾ നോക്കാതെ കടുത്ത നടപടി ഉണ്ടാകും. പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ രൂപീകരിച്ച ഉന്നതതല സമിതിയോട് 20 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സ്റ്റാലിന്റെ ഉത്തരവ്. ഭരണഘടനയുടെ പഴുതുകൾ ഉപയോഗിച്ചോ ഘടകകക്ഷികളെ ഭിന്നിപ്പിച്ചോ അധികാരം തിരിച്ചുപിടിക്കാനുള്ള DMKയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ചെന്നൈയിലെ രാഷ്ട്രീയ അണിയറകളിൽ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് പുറത്തുവരുന്ന വിവരം. വിജയ് ഭരണത്തിൽ അസംതൃപ്തരായവരോടും കൂറുമാറ്റ സാധ്യതയുള്ളവരെയും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് DMK ഈ ഒരു കരുനീക്കങ്ങൾ നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ പോരാട്ടം തെരുവുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണെന്ന് സ്റ്റാലിൻ അണികളെ ഓർമ്മിപ്പിച്ചു. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് വിജയ് ഇത്തരമൊരു ഇത്രയും വലിയൊരു രാഷ്ട്രീയ പിന്തുണ നേടിയത്. പൊതുയോഗങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അപ്പുറം ഓരോ പ്രവർത്തകനും ഓൺലൈൻ ഇടങ്ങളിൽ സജീവമായാൽ മാത്രമേ വിജയുടെ താരപ്രഭയെയും ഫാൻസ് ബലത്തിനെയും പ്രതിരോധിക്കാൻ കഴിയൂ എന്നാണ് DMKയുടെ വിലയിരുത്തൽ. കൂടാതെ വെറും വിജയ് എന്ന് വിളിക്കാതെ സി ജോസഫ് വിജയ് എന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ആവർത്തിച്ച് പറയുന്നതിലൂടെ വിജയുടെ മതപരമായ അസ്തിത്വയും രാഷ്ട്രീയ സ്വീകാര്യതയും തന്ത്രപരമായി ചോദ്യം ചെയ്യാനാണ് DMK മുതിരുന്നത് എന്ന് വേണമെങ്കിലും കരുതാം. അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയിലല്ല, മറിച്ച് അത് എത്രയും വേഗം പിടിച്ചെടുക്കാനുള്ള അടങ്ങാത്ത പരവേശത്തിലാണ് MK സ്റ്റാലിൻ. ഒരു വശത്ത് സ്വന്തം പാർട്ടിയെ അഴിച്ചു പണിയുമ്പോൾ മറുവശത്ത് വിജയ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്ന ഒരു ഇരട്ടതന്ത്രമാണ് അദ്ദേഹം ഇവിടെ പയറ്റുന്നത്. സിനിമാ സ്ക്രീനിലെ പോലെ ലളിതമായിരിക്കില്ല രാഷ്ട്രീയത്തിലെ വിജയുടെ മുന്നോട്ടുള്ള പാത എന്ന കൃത്യമായിട്ടുള്ള താക്കീതാണ് DMK ക്യാമ്പയിനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. സ്റ്റാലിന്റെ ഈ രാഷ്ട്രീയ പ്രവചനം ഫലിക്കുമോ, അതോ സിനിമയിലെ നായകനെ പോലെ വിജയ് ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് 5 വർഷം പൂർത്തിയാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.